സർവകർമാണം പുണ്ഡരീകസ്മരേധരിൻ ശിവം ഭൗതമംഗളം ആയിരാരോഗ്യവർദ്ധനം. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ആയിരങ്ങൾ ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തി. കർക്കടക വാവിന്റെ ഭാഗമായി പുലർച്ചെ 3 മണിക്ക് തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ 4:20 വരെ നീണ്ടു നിൽക്കും. ബലിതർപ്പണ ചടങ്ങുകൾ നടക്കാറുള്ള മണപ്പുറം പൂർണ്ണമായും ചെളി നിറഞ്ഞ് കിടക്കുകയാണ്. അതിനാൽ ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർമ്മിച്ച പന്തലിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ചെളികയറി നിറഞ്ഞതിനാൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. എല്ലാ വർഷവും മണപ്പുറത്തായിരുന്നില്ലേ? അതെ, മണപ്പുറത്തായിരുന്നു. ഈ വർഷം ഇപ്പൊ ഇങ്ങനെ മഴയും ചെളിയും വെള്ളം ഇറങ്ങാൻ പറ്റാണ്ട് നല്ല ഇതാണ്, തിരക്കാണ്. എല്ലാ തവണത്തെ മാതിരി നല്ല തിരക്കുണ്ട്. അധികം അവിടെ ഇരുന്നല്ലോ, ഈ പ്രാവശ്യം ഇവിടെ കയറി. അതിപുരാതനവും പ്രശസ്തവുമായ പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി. ഇന്നും നാളെയുമായിട്ടാണ് ചടങ്ങുകൾ നടക്കുന്നത്. ബലിതർപ്പണത്തിനും ക്ഷേത്ര ദർശനത്തിനുമായി വിപുലമായ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബലിതർപ്പണ ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രക്കടവിൽ ബലിതർപ്പണം നടത്തി ദർശനം നടത്തി പുറത്തേക്ക് പോകുന്നത് വരെ മഴ നനയാത്ത രീതിയിൽ വഴിയിലും ക്ഷേത്രക്കടവിലും ക്ഷേത്ര പരിസരത്തും വലിയ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.